ഏവർക്കും നമസ്കാരം. അമൃതം രാമായണത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ വരെ ചർച്ച ചെയ്തത് അയോധ്യാകാണ്ഡത്തിലെ കൈകേയിയും മന്ദരയും തമ്മിലുള്ള സംവാദങ്ങളാണ്. ആ സംവാദത്തിൽ നമ്മൾ പറഞ്ഞു, ദുർജന സംഘം കൊണ്ട് കൈകേയി പോലും സദ്ഗുണങ്ങളെല്ലാം നശിച്ചു പോയി, സ്വന്തം ഭർത്താവിൻ്റെ മരണത്തിൻ്റെ കാരണമായി മാറി അല്ലേ. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് പല ആൾക്കാരും പല സമയത്തും നമ്മളെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പോകുന്ന കാര്യത്തെ പോലും തടസ്സമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേരുകൾ വന്നുകൊണ്ട് അവരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട്, അവർ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുധാരണ ഉളവാക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ ബാലകാണ്ഡത്തിൽ നമ്മൾ ചിന്തിച്ചപ്പോഴോ, ആ ബാലകാണ്ഡത്തിൽ പ്രവേശിച്ച ശ്രീരാമചന്ദ്രനെ വസിഷ്ഠ മഹർഷിയും വിശ്വാമിത്രനും ഉപദേശിച്ച് ഏറ്റവും മഹാപുരുഷനാക്കി കൊണ്ടുവന്ന ശ്രീരാമചന്ദ്രൻ ഒരു രാജ്യത്തെ എല്ലാവരെയും സന്തോഷിപ്പിക്കുവാനും സ്നേഹിക്കുവാനും കഴിയുന്ന ശ്രീരാമചന്ദ്രനെ നമുക്ക് കാഴ്ചവെച്ചു. അതിനുള്ള പാണ്ഡിത്യവും അതിനുള്ള അസ്ത്രശസ്ത്രബോധവും അതിനുള്ള വ്യക്തി നിർമ്മാണവും ആരുണ്ടാക്കി? ശ്രീരാമനിലൂടെ ഉണ്ടാക്കിയെടുത്തത് ഇത്തരത്തിലുള്ള ഋഷിവര്യന്മാരാണ്. ആ പരശുരാമന്റെ ആഗമനത്തോടുകൂടി, പരശുരാമന്റെ അനുഗ്രഹത്തോടുകൂടി വൈഷ്ണവജാപം കുലയ്ക്കാൻ സാധിച്ച ശ്രീരാമചന്ദ്രനെ നമുക്ക് അവിടെ സാക്ഷാത്കരിക്കുന്നു. സാക്ഷാൽ ഈശ്വരന്റെ അവതാരമായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നു. പക്ഷേ രാവണന്റെ തപസ്സിൽ നിന്നും, രാവണൻ അനുഗ്രഹം ബ്രഹ്മാവിൽ നിന്നും നേടിയെടുത്തത് ഒരു മനുഷ്യനെ കൊണ്ട് മാത്രമേ എന്നെ വധിക്കാൻ പാടുകയുള്ളൂ എന്നുള്ള വരം, അത് പൂർത്തീകരിക്കുന്നത് വാൽമീകി രാമായണത്തിലൂടെയാണ് അല്ലേ. നേരെ മറിച്ച് ഇവിടെ കൗസല്യാപുത്രനായിട്ട് ജനിച്ചപ്പോൾ ചതുർബോഹായ വിഷ്ണുവിനെ നമുക്ക് കാണിച്ചു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്രയും നേരം ആ തപസ് ബ്രഹ്മാവ് കൊടുത്ത അനുഗ്രഹം പോലും ഇല്ലാതാവുമായിരുന്നു അല്ലേ. അപ്പൊ അത് തന്നെയാണ് ധർമ്മത്തിന്റെ മൂർത്തിയായ ശ്രീരാമചന്ദ്രനിലൂടെ നമുക്ക് കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംസർഗം, അതായത് നമ്മൾ ഇടപഴകുന്ന ആൾക്കാരുടെ സംസർഗം കൊണ്ടാണ് നമ്മൾ നല്ലതും ചീത്തയും തിരിച്ചറിയുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ ഒരു കണക്കിന് നാരദ രാഘവ സംവാദം കേൾക്കുമ്പോൾ വിചാരിക്കും, എങ്ങനെയാണ് ശ്രീരാമചന്ദ്രൻ പോകാൻ സാധിക്കുക അല്ലേ. പിറ്റേ ദിവസം രാവിലെ അച്ഛൻ പറഞ്ഞു, യുവരാജ പട്ടാഭിഷേകം നാളെ നടത്തുകയാണ്. എത്രയും പെട്ടെന്നാണ് ആ ഘോഷം ഉണ്ടാവുന്നതും ആഘോഷങ്ങൾക്ക് തയ്യാറെടുപ്പ് നടക്കുന്നതും. അവിടെ തയ്യാറെടുത്ത് കൈകേയിയുടെ മുന്നിലെത്തിയ ആ മന്ദരുടെ മുന്നിൽ ആ നിമിഷം പോലും ശ്രീരാമൻ യുവരാജ പട്ടാഭിഷേകത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ പോലും തൻ്റെ കഴുത്തിലെ സ്വർണ്ണാഭരണം ഊരിക്കൊടുത്ത ആ മന്ദര വേണമെങ്കിൽ ദാസിയായി നിന്നതുകൊണ്ട് ഒരു സ്വർണ്ണാഭരണം കിട്ടിയപ്പോൾ എന്തുണ്ടായി? അവിടെ സന്തോഷിച്ചുകൊണ്ട് ഞാൻ ഇനി ആ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് പൈസ കിട്ടിയപ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് വേണ്ടത് ആ സമയത്ത് കിട്ടിയപ്പോൾ, നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട്, ചിലപ്പോൾ കഞ്ഞി മോഹിച്ചിട്ടാണ് നമ്മൾ പോയതെങ്കിൽ ആ ബിരിയാണിയാണ് കിട്ടുന്നതെങ്കിൽ ആ ബിരിയാണി സംതൃപ്തിയോടുകൂടി കഴിച്ച് പറയാൻ വിട്ടുപോയ കാര്യങ്ങളെല്ലാം നമ്മൾ മറന്ന് തിരിച്ചു വരുന്ന ആൾക്കാരാണ് അല്ലേ. പക്ഷേ സ്വർണ്ണാഭരണം കിട്ടിയ മന്ദരുടെ കൈകളിൽ നിന്നും അതിനെ വലിച്ചെറിയുന്ന മന്ദരയെ നമുക്ക് കാണിച്ചു തരുന്നു വാൽമീകിയും എഴുത്തച്ഛനും. എന്നിട്ട് പറയുന്ന ചീ മൂടേ എന്ന് പറയുന്ന വാക്കിലേക്ക് ദുർഭഗേ മൂടേ മഹാഗർവിതേ എന്നാണ് പറയുന്നത്. നീ കിടന്നുറങ്ങി, നിനക്ക് പുറമേ ഉള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല അല്ലേ. പലരും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ആ ഉറങ്ങിക്കിടക്കുന്നതിലൂടെ നമ്മുടെ ആത്മാർത്ഥതയെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ ധർമ്മബോധത്തെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. നീ ഉറങ്ങിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, ആശ്വസിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടതായ കർമ്മങ്ങളെ ചെയ്യാതിരിപ്പിക്കുന്ന ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ കർമ്മം ചെയ്യുക, നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്ന് പണ്ടൊരു പാട്ടിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ആത്മവിദ്യാലയമേ എന്ന് ഹരിശ്ചന്ദ്രൻ്റെ സിനിമയിലൂടെ നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ തിലകം ചാർത്തി ചീകിയുമഴകായി പലനാൾ പോറ്റിയ പുണ്യശിരസേ
ഈ പുണ്യശിരസ് നല്ല വൃത്തിയായിട്ട് ചീന്തി, ചീർപ്പ് കൊണ്ട് ചീന്തി, നല്ല പൊട്ടൊക്കെ തൊട്ട് നല്ല ഭംഗിയുള്ള രൂപത്തിലേക്ക് ഈ മുഖഭാവത്തെ കൊണ്ടുവരുന്ന ആൾക്കാർ എത്രയോ അധികം സമയം മേക്കപ്പിനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ആ ചുടലയിലേക്ക് എത്തുമ്പോൾ ആ മുഖത്തിൻ്റെ ഭാവം നമുക്ക് നോക്കിയാൽ അല്ലേ, ചുടലയിൽ നമ്മുടെ മുഖം ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ മാംസപേശികളെല്ലാം വെന്ത് നശിച്ച് ഇല്ലാതെ വെന്ത് വെണ്ണീറായതിനു ശേഷം അവിടെ നമുക്ക് മുഖഭാവം എടുത്തു നോക്കിയാൽ അല്ലെ, തലയോട്ടി ഒന്ന് എടുത്തു നോക്കിയാൽ ഈ മുഖത്തിന് എല്ലാവരും എന്ത് ചെയ്യും? ഒരേപോലെയുള്ള മുഖം നമുക്ക് കാണാം, വെന്തു വെണ്ണീറായ. അപ്പോൾ ശ്മശാനത്തിൽ ശിവൻ ചെന്നിരിക്കുന്നതിൻ്റെ കാരണം തന്നെ അവിടെ എത്തുമ്പോൾ എല്ലാവരും ഒരേ സ്വരൂപത്തിലാണ്. അപ്പോൾ ആ വെന്തു വെണ്ണീറായിട്ടുള്ള ഭസ്മം നമുക്ക് ശിരസിൽ ചാർത്തുന്ന സമയത്ത് ഇതം ഭസ്മാന്തം ശരീരം എന്ന് പറയുന്ന ആ സമയം. ഇപ്പം ഞാനിവിടെ പറഞ്ഞു വന്നത് നമ്മുടെ സമ്പർക്കങ്ങളിലൂടെ, നല്ല കാര്യങ്ങൾ സമ്പർക്കം ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ, എനർജികൾ, ഈ ശരീരമില്ലെങ്കിലും ഞാൻ ചെയ്ത കർമ്മങ്ങൾ എനിക്ക് ഫലം തരും എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ഭാവം. അവിടെ നിന്നും ദുർഗുണ സംസർഗം വന്നപ്പോൾ സ്വന്തം മാല ഊരിക്കൊടുത്തത് മാലയെ വലിച്ചെറിയുന്ന മന്ദരിയെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു സന്ദർഭം. അത് കഴിഞ്ഞ് അവിടെ നിന്നും പറഞ്ഞ് മനസ്സിലാക്കി, അവിടെ ഞാൻ നേരത്തെ കൈകേയിയുടെ ജീവചരിത്രം പറഞ്ഞപ്പോൾ പറയണ്ടായി, ക്രോധാലയത്തിൽ ചെന്ന് കറുത്ത വസ്ത്രം ധരിച്ച് ചുരുണ്ട് മൂടിക്കിടക്കുന്ന സമയത്ത് അവിടെ നിന്നും ദശരഥൻ വന്ന് അടുത്ത നിമിഷം ദശരഥനെ മനസ്സുമാറ്റി വരം തിരിച്ചു വാങ്ങുന്ന കൈകേയിയുടെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പറയുന്ന ക്രിയാശക്തിയെ അവിടെ പ്രദർശിപ്പിക്കുന്ന കൈകേയി, ആ കൈകേയി മാതാവിനെ സന്തോഷപൂർവം സ്നേഹപൂർവം കാമമോഹിതയായ പത്നിയായിട്ട് മാറ്റിയ ദശരഥൻ ആ നിമിഷത്തിൽ തന്നെ പറയുന്നു, എന്നെ ഇവിടെ നിന്നും കൗസല്യ ദേവിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ എനിക്കിനി ഈ കാമമോഹിതമായ സംസർഗം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദശരഥൻ പോലും അവിടെ നിന്ന് മാറിപ്പോകുന്നു. കാരണം തൻ്റെ മകൻ രാജാധികാരം വന്നാലേ താൻ രാജമാതാവായിട്ട് മാറുകയുള്ളൂ. നേരെ മറിച്ച് ശ്രീരാമചന്ദ്രനാണെങ്കിൽ എന്ത് തന്നെയാണെച്ചാലും രാജമാതാവ് എന്ന് പറയുന്നത് കൗസല്യയാണ്. അതുകൊണ്ട് ആ കൗസല്യയെ മാറ്റിയെടുത്ത മന്ദരയുടെ വാക്കിലൂടെ ആ ദാസിപ്പണി ചെയ്യേണ്ടി വരും എന്നുള്ള കൈകേയിയുടെ മനസ്സിനെ, അതിനെ മാറ്റിയെടുത്ത് ഈ രണ്ട് വരങ്ങൾ നേരത്തെ വാങ്ങാത്തത് നന്നായി എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ വാങ്ങിക്കണമെന്നുള്ള അഭ്യർത്ഥന അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മന്ദര പറഞ്ഞുകൊടുത്ത് പോകുന്ന മന്ദരയെ നമുക്ക് കാണാം. അത് അനുസരിച്ച് ചെയ്യുന്ന കൈകേയി, അവിടെ നിന്നും രാമന്റെ വാക്കുകൾ ഉചിതമായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. സരസ്വതീ ദേവി നാവിൽ നൃത്തമാടുന്ന സമയത്താണ് നമുക്ക് പല കാര്യങ്ങളും പറയുവാനും ചെയ്യുവാനും സാധിക്കുന്നത്. പക്ഷേ ഇന്ന് പല സ്ഥലങ്ങളിലും ചെല്ലുന്ന സമയത്ത് മോശമായ വാക്കുകൾ, ചീത്ത വിളിക്കുന്ന വാക്കുകൾ സരസ്വതി വാക്കുകളായിട്ട് പറയുന്നുണ്ട്. ഞാൻ സരസ്വതി വാക്ക് ഉപയോഗിച്ചാൽ ഇതായി പോവുമെന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങളെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പൊ അതുപോലും മോശമായിട്ട് പറയാതെ, മൂടെ എന്നുള്ള വാക്കാണ് ഏറ്റവും സംസ്കൃതത്തിൽ മോശമായിട്ടുള്ള വാക്ക് എന്ന് പറയാം. മൂടെ എന്ന് വെച്ചാൽ ബുദ്ധി ഇല്ലാത്തവൾ എന്ന് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും. അപ്പൊ ബുദ്ധി ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ അറിയാത്തവൾ എന്നുകൂടി നമുക്ക് ചിന്തിക്കാം ഇവിടെ. കാരണം കൈകേയിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ദുർജന സംസർഗം കൊണ്ട് നമ്മളിവിടെ പറയാറുണ്ട്, ത്യജ മൂർജന സംസർഗം ഭജ സാധു സമാഗമം. അതായത് കജ്ജളം പറ്റിയാൽ സ്വർണം പോലും നിഷ്പ്രഭമാണ് അല്ലെ. അപ്പൊ സ്വർണം നശിക്കാൻ കജ്ജളം തട്ടിയാൽ മതി. അപ്പൊ സ്വർണം പോലും, അത്രയും ശ്രേഷ്ഠമായ സ്വർണം പോലും നശിപ്പിക്കാൻ സാധിക്കും. പക്ഷേ നല്ല സമ്പർക്കത്തിലൂടെ നമുക്ക് എന്തിനെ നേടിയെടുക്കാൻ പറ്റും? നല്ല കാര്യങ്ങളെ നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ ശ്രീരാമൻ കൗസല്യ മാതാവിൻ്റെ അടുത്തെത്തുന്നു. നാളെ
ഞാൻ എവിടേക്ക് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് കൈകേയി മാതാവ് അല്ലെങ്കിൽ ദശരഥൻ വിളിപ്പിച്ചു ശ്രീരാമനെ. മന്ത്രി വന്ന് നിൽക്കുന്ന സമയത്ത് കൈകേയി പറയാണ് ശ്രീരാമനെ ഉടനെ അന്തഃപുരത്തിലേക്ക്, കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക്, ക്രോധാലയത്തിലേക്ക് എത്തിക്കണം. അവിടെ നാളേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരുങ്ങുന്ന ശ്രീരാമചന്ദ്രൻ്റെ എണ്ണ തേച്ച് കുളിക്കുകയും അതുപോലെ ദർഭ വിരിച്ച് അവിടെ തപസ്സിരിക്കുകയും യാഗയജ്ഞങ്ങൾ നടത്തുവാൻ തയ്യാറാവുന്ന സമയത്ത് അവിടെ നിന്നും ശ്രീരാമനെ വിളിച്ചു കൊണ്ടുവന്ന് കൈകേയി മാതാവിന് പറയുകയാണ്, നീ തൻ്റെ അച്ഛൻ്റെ വാക്കുകൾ പരിപാലിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ നമ്മൾ നേരത്തെ ഒരു കാര്യം കണ്ടു, ഭാർഗവരാമനെ നമുക്ക് കണ്ടു. അച്ഛൻ്റെ വാക്കുകൾ പരിപൂർണമായിട്ടും നടത്തിയ പരശുരാമനെ നമുക്ക് കാണാൻ സാധിച്ചു. രേണുക ദേവിയെ, അതായത് സ്വന്തം അമ്മയെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് തൻ്റെ അസ്ത്രം കൊണ്ട് വധിക്കുന്നതായിട്ടും തിരിച്ച് ആ ശരീരം കിട്ടുന്നതായിട്ടും നമുക്ക് പറയാൻ സാധിക്കുന്നു. അതേപോലെ അച്ഛൻ്റെ വാക്കുകൾ 100% പരിപാലിക്കാൻ നീ തയ്യാറാകണം എന്നുള്ള രീതിയിൽ കൈകേയി മാതാവ് പറഞ്ഞപ്പോൾ അത് 100% ഞാൻ അനുസരിച്ചു കൊള്ളാം എന്ന് അച്ഛൻ നേരിട്ടല്ല പറയുന്നത്. അച്ഛൻ അവിടെ കിടക്കുന്നതായിട്ടാണ് മകൻ കാണുന്നത്. അച്ഛൻ്റെ അടുത്ത് പോലും പോകാൻ കൈകേയി മാതാവ് സമ്മതിച്ചിട്ടില്ല, അല്ലേ? അവിടെ നിന്നും കൈകേയി മാതാവ് പറയാണ്, നീ ഉടനെ തന്നെ എന്തിനു പോകണം? വനവാസത്തിന് പോകണം, ഭരതനെ രാജാവാക്കണം എന്നുള്ള 2 വരങ്ങൾ ഞാൻ ചോദിച്ചതനുസരിച്ച് അദ്ദേഹം എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ അച്ഛൻ്റെ ആരോഗ്യം പരിപൂർണമായതിനു ശേഷം ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഭരതനെ രാജാവാക്കി കിരീടാവകാശിയാക്കി മാറ്റിയതിന് ശേഷമൊക്കെ പോയാൽ പോരെ എന്ന് ചോദിക്കുന്ന സമയത്ത്, നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നീ ഇവിടം വിടണം, എന്നാൽ മാത്രമേ നിന്റെ അച്ഛൻ തീർത്ഥം പോലും കഴിക്കുകയുള്ളൂ. ചിന്തിക്കുക, അല്ലേ? എങ്ങാനും ദശരഥന്റെ ആരോഗ്യം പരിപൂർണമായിട്ടും ഭേദമായാൽ അടുത്ത നിമിഷം കൈകേയിയെ ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള കരുത്തുണ്ടായാൽ അവിടെ ഭരതനെ രാജാവാക്കാൻ തയ്യാറാവും. പക്ഷെ ശ്രീരാമനെ വനവാസത്തിലേക്ക് പോകാൻ ആരും സമ്മതിക്കില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നിന്റെ തീരുമാനങ്ങൾ എങ്ങനെയാണോ ഒരു കുതിരയെ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നത്, ആ ചാട്ടവാർ അടിച്ച ആ നിമിഷം തന്നെ കുതിര എത്രയും അധികം സ്പീഡിൽ മുന്നോട്ട് കുതിക്കുന്നത് പോലെ നീ ഇപ്പോൾ തന്നെ വനവാസത്തിലേക്ക് പോകണമെന്ന് പറയുന്ന കൈകേയി മാതാവിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാലേ നിന്റെ അച്ഛൻ പച്ചവെള്ളം, നമ്മളൊക്കെ പറയില്ലേ, പച്ചവെള്ളം കുടിക്കാതെയാണ് ഇരിക്കുന്നത്. അപ്പൊ ആ പച്ചവെള്ളം കുടിക്കണമെങ്കിൽ പോലും ഈ കാര്യം എന്താവണം? നടപ്പിലാവണം. അതുകൊണ്ടായിരിക്കാം, അന്ന് മുതലായിരിക്കാം നമ്മളൊക്കെ, ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെതായ ഒരു കാഴ്ചപ്പാടാണ്, ഇന്ന് നിരാഹാരം നടക്കുന്ന സ്ഥലങ്ങളെല്ലാം, അല്ലേ, ഒരു കാര്യത്തിന് വേണ്ടി നിരാഹാരം കിടക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാറുണ്ട്. അവർ ആ നിരാഹാരം കഴിഞ്ഞ് ആ കാര്യം പ്രാബല്യത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ശരിയെന്ന് പറഞ്ഞ് വെള്ളം കുടിക്കാൻ തയ്യാറാവുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെയും അന്ന് മുതലായിരിക്കാം നിരാഹാരത്തിൻ്റെ ശക്തി. തീർത്ഥം സേവിക്കണമെങ്കിൽ പോലും നീ വനവാസത്തിന് പോയി എന്ന് അറിഞ്ഞതിന് ശേഷമേ നിന്റെ അച്ഛൻ തീർത്ഥം സേവിക്കുകയുള്ളൂ എന്ന് പറയുന്ന കൈകേയിയുടെ വാക്കുകൾ നമുക്കിവിടെ അറിയാൻ സാധിക്കും. അപ്പോൾ എങ്ങാനും അത് ഇല്ലാതാക്കാൻ സാധിക്കും, പക്ഷേ ശ്രീരാമൻ തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കുമെന്ന് കൈകേയിക്ക് അറിയുകയും ചെയ്യാം, അല്ലേ? അപ്പം ഒരു മനസ്സുകൊണ്ട് നമ്മൾ കൈകേയി ശ്രീരാമനെ തൻ്റെ മകനേക്കാൾ സ്നേഹിച്ചിരുന്നു എന്ന് പറയാൻ സാധിക്കും. പക്ഷേ താൻ ദാസിയായി പോകണമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ തൻ്റെ മകനെ ആ വരങ്ങളെ ഓർമ്മപ്പെടുത്തി തിരിച്ചു വാങ്ങിക്കുന്നു, അല്ലേ? ഈ പല കാര്യങ്ങളും നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അന്ന് ഞാൻ ഇത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാറുണ്ട്, അല്ലേ? പറഞ്ഞ് നമ്മൾ തിരിച്ചു വാങ്ങിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കൈകേയി മാതാവ് അവിടെ നിന്നും ശ്രീരാമൻ നേരെ കൗസല്യ മാതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ നാമജപം ചെയ്തുകൊണ്ട് തൻ്റെ മകൻ
രാജാധികാരം ഏറ്റെടുക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ആ മകന് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞ് ആ മന്ത്രജപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയുടെ മുന്നിൽ പോയി ചെന്ന് നമസ്കരിക്കുന്നു. അപ്പോഴും അമ്മ ചോദിക്കുന്നത്, നീ വിശന്നിട്ടാണോ വരുന്നത് അല്ലേ? ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? നീ എന്താണ് ഇത്രയും മനസ്സ് വേദനിച്ചാൽ മുഖത്തറിയാൻ സാധിക്കും. അപ്പോൾ ആ മുഖം വാടിയിരിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിച്ച് അമ്മ സാന്ത്വനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ നിമിഷം തന്നെ ഞാൻ വനവാസത്തിലേക്ക് പോകുകയാണ് എന്ന് പറയുമ്പോൾ ആ കൗസല്യ മാതാവിൻ്റെ മനസ്സ് വേദനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് സീതയുടെ അടുത്തേക്ക് എത്തുന്ന ശ്രീരാമചന്ദ്രനെയാണ് അല്ലേ? ആ സീതയുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ആ ശ്രീരാമചന്ദ്രൻ എന്തായി? അവിടെ നമുക്ക് അതായത് 100 വില്ലുകളുള്ള അല്ലേ, ഒരു കുട തുറന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാം 10 12 വില്ലുകളുണ്ടാവും. ഇപ്പോൾ ഇഷ്ടം പോലെ വില്ലുകളായിട്ടാണ് കുട ഉണ്ടാവുന്നത് അല്ലേ? ഇപ്പോൾ പുതിയ കുടകളൊക്കെ വരുന്നത് ഒന്ന് തുറന്നു നോക്കിയാൽ ഇഷ്ടംമാതിരി, അതായത് കാറ്റത്ത് പോലും നമുക്ക് പണ്ട് 4 5 വില്ലുകളാണ് ഉണ്ടായിരുന്നത്. അത് എങ്ങാനും നല്ലൊരു കാറ്റടിച്ചാൽ ആ കുട മടങ്ങുകയോ ആ വില്ല് പൊട്ടുകയോ ചെയ്യും അല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 100 വില്ലുകളുള്ള കൊടയെ ധരിച്ചു കൊണ്ടുവരുന്ന ശ്രീരാമചന്ദ്ര, അങ്ങ് എന്താണ് ഒറ്റയ്ക്ക് വരുന്നത്, മൂകനായിട്ട് വരുന്നത് എന്ന് സീതാദേവി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പറയാണ്, ഭരതനെ രാജാവാക്കി മാറ്റണമെന്ന് കൈകേയി മാതാവിൻ്റെ ആ 2 വരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിനുശേഷം ഞാൻ വനവാസത്തിൽ പോകുകയാണ് എന്ന് പറയുന്നു. ആ സമയത്ത് സീതാമാതാവ് പറയാണ്, ഞാൻ അങ്ങയുടെ കൂടെ വരുന്നു. കാരണം എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, സഹധർമ്മം ചരീതവ, കൈപിടിച്ച് തരുന്ന സമയത്ത് നീ ശ്രീരാമൻ്റെ നിഴല് പോലെ എപ്പോഴും ഉണ്ടാവണം അല്ലേ? ഒരു നിഴലായിട്ട് നടക്കാൻ നമുക്ക് എളുപ്പമാണ്. ആ നിഴല് പോലെ എപ്പോഴും കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ആ അച്ഛൻ്റെ ആജ്ഞ അല്ലെങ്കിൽ ആ അനുഗ്രഹം ഞാൻ പരിപാലിക്കണം, അതുകൊണ്ട് ഞാനും കൂടി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ശ്രീരാമൻ പറയാണ്, ഞാൻ പോകുന്നത് ആരണ്യത്തിലേക്കാണ്. അപ്പോൾ ആരണ്യത്തിലേക്ക് പോകുന്ന ഞാൻ നിന്നെ എങ്ങനെയാണ് കൊണ്ടുപോകുക? ഒരുപാട് ദുഷ്ടമൃഗങ്ങളുണ്ട്, ഒരുപാട് രാക്ഷസന്മാരുണ്ട്, അവരുടെ അസ്ത്രശസ്ത്രങ്ങൾ, അവരുടെ പ്രതിരോധം നമ്മളിലേക്ക് വന്നാൽ ഞാൻ എങ്ങനെയാണ് നിന്നെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് സീതാമാതാവ് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ അച്ഛൻ എന്നെ വിവാഹം ചെയ്തു തന്നത് പുരുഷരൂപം കൊണ്ട സ്ത്രീയെ ആണോ എന്ന് അല്ലേ? നമുക്ക് 2 സ്വഭാവങ്ങളുണ്ട്, സ്ത്രൈണഭാവമുണ്ട്, പുരുഷഭാവമുണ്ട്. ഇത് എല്ലാവർക്കും ഉണ്ട് എന്നാണ് പറയുന്നത്. ആ സ്ത്രൈണഭാവം ഏറ്റവും കൂടുതൽ വരുന്നത് നമുക്ക് പേടി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആരെങ്കിലും ഭയപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്ത് 100 പ്രാവശ്യം ചിന്തിച്ച് അതിനെ മാറ്റി നിർത്തുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും. നേരെ മറിച്ച് പുരുഷ ധൈര്യത്തോടു കൂടി ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് പ്രതിഷേധ മാർച്ചുകളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം, ഏറ്റവും കൂടുതൽ പുരുഷന്മാർ മുന്നോട്ട് പോകുന്നുണ്ട്, സ്ത്രീകൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് അല്ലേ? ആ പ്രതിഷേധ മാർച്ചിനെ മുന്നോട്ട് നയിക്കുന്ന ആൾക്കാർ നേരെ ആ ബാരിക്കാഡൊക്കെ തകർത്ത് അതിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുന്ന സ്ത്രീയെയും പുരുഷനെയും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ സ്ത്രീക്കും പുരുഷനും ആ പുരുഷ ധൈര്യം അല്ലെങ്കിൽ പുരുഷൻ്റെ ആ ഒരു എനർജി എന്ന് നമുക്ക് പറയാം. അപ്പോൾ സ്ത്രൈണഭാവവും പുരുഷഭാവവും നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിലൂടെയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പം ആ ധൈര്യത്തെ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് എപ്പോഴാണ്? നമുക്ക് ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ. അതാണ് ശ്രീരാമനെ ചൊടിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം ഇല്ലേ? പണ്ടൊക്കെ ഞാൻ കുറേ വീടുകളിൽ പോകുന്ന സമയത്ത് പറയാറുണ്ട്, ഭർത്താവ് ദുബായിലാണ്, പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ വിസയ്ക്കും മറ്റു കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടായതുകൊണ്ടും പിന്നെ അവിടെ സൗകര്യങ്ങൾ ഇവർ തന്നെ പുരുഷന്മാർ പല റൂമിലും 4 5 6 7 പേര് ഒരുമിച്ചിട്ടാണ് താമസിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ഭാര്യയെ കൊണ്ടുവന്ന് നിർത്തുന്ന സമയത്ത്
തൻ്റെ ഭാര്യയെ കൊണ്ടു നിർത്തുന്ന സമയത്ത് വേറെ വീടെടുക്കണം, കുട്ടികളെ പരിപാലിക്കാനുള്ള വീടുകൾ വലുതാക്കി കൊണ്ടുവരണം. ഇതിനൊക്കെ പണ്ട് വളരെയധികം കഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർ. പക്ഷെ ഇന്ന് നമുക്ക് അതിനുള്ള സൗകര്യങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിൽ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള സാമ്പത്തിക സ്രോതസ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ദുബായിൽ പോയ സമയത്ത്, എല്ലാ വർഷവും ദുബായ് യാത്ര ചെയ്യാറുണ്ട്. ആ സമയത്ത് അവിടെ ദുബായിൽ പൂജ ചെയ്യുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു കടല വിൽക്കുന്ന, നിലക്കടല, നമുക്കറിയാം, നമുക്ക് ഒരു പൊതിയായിട്ട് നിലക്കടല തരുന്നത്. ആ കടല വിൽക്കുന്ന ആളുമായിട്ട് ഒന്ന് സംസാരിച്ചു തുടങ്ങി. സംസാരിച്ചപ്പോൾ അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് ദുബായ് മേഖലയിലുണ്ട്, പല ജോലിക്കുമായി ശ്രമിച്ചു. അവസാനം നിത്യേന കടല ഉണ്ടാക്കി പൊതിയാക്കി ഈ വരുന്ന ആൾക്കാർക്ക് 1 രൂപ 2 രൂപ അല്ലെങ്കിൽ അങ്ങനെ അവിടുത്തെ ദിർഹം അനുസരിച്ച് കൊടുക്കുക എന്നുള്ള ശീലം. അദ്ദേഹത്തിന് ആദ്യം 900 രൂപ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് അദ്ദേഹം 2 മക്കളുടെ വിവാഹം നടത്തി കൊടുത്തു, സ്വന്തമായിട്ട് വീട് വെച്ചു. അദ്ദേഹം താമസിക്കുന്നത് എന്താ വെച്ചാൽ, രാവിലെ എണീറ്റാൽ പെട്ടിയെടുത്ത് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ഏതെങ്കിലും ലോക്ക് റൂമിൽ കൊണ്ടേ വെക്കും. ആ പെട്ടി ലോക്ക് ചെയ്ത് വെച്ച് അദ്ദേഹം കടല തൊഴിലിനായിട്ട് ഇറങ്ങും. അതിനുശേഷം വൈകുന്നേരത്ത് അദ്ദേഹം 4, 5, 6 പേര് താമസിക്കുന്ന റൂമിലേക്ക് ഒരു ഷെയർ അദ്ദേഹത്തിൻ്റെയാണ്, കിടന്നുറങ്ങാനുള്ള ഷെയർ. അവിടെ പോയി പായ് വിരിച്ച് കിടന്നുറങ്ങി. അവിടെ നിന്ന് പിറ്റേ ദിവസവും രാവിലെയും ഇതേപോലെ യജ്ഞം നടത്തും. അപ്പം കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം അദ്ദേഹം ഒരു മുറിയിടും. അപ്പം ഇങ്ങനെ താമസിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കുടുംബത്തെ സംരക്ഷിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ പോലും കഷ്ടപ്പെടുന്ന പല വിഭാഗം ജനങ്ങളെ നമുക്ക് കാണുന്ന സമയത്താണ് ഞാൻ സഹധർമ്മം ചരീതവ എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് കാട്ടിലേക്ക് അണച്ചാലും ഞാൻ വന്നുകൊള്ളാമെന്ന് സീതാമാതാവ് പറയുന്നതനുസരിച്ച് ഈ വാക്കുകൂടി കേട്ടപ്പോൾ എന്നാൽ സീതയെ നീ പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആര് തയ്യാറെടുപ്പിക്കുന്നു? ശ്രീരാമൻ തയ്യാറെടുപ്പിക്കുന്നു. അപ്പോഴാണ് ലക്ഷ്മണൻ വാളൂരിക്കൊണ്ടുവരുന്നു. ആ ലക്ഷ്മണൻ വാളൂരിക്കൊണ്ട് ഞാനിപ്പോൾ അച്ഛനെ വധിക്കുന്നുണ്ട്, അച്ഛൻ എന്നാലും ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. ഇത്തരത്തിൽ ഒരു വ്യക്തിയാണോ അദ്ദേഹം? കാമമോഹിതയായ തൻ്റെ പത്നി പറയുന്നതെല്ലാം ശരിവെക്കുന്ന രാജാവാണോ എന്നെല്ലാം പറഞ്ഞ് ദേഷ്യപ്പെട്ടു വരുന്ന ആ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്നു. ലക്ഷ്മണ ഉപദേശം നമുക്ക് അവിടെ കേൾക്കാം, അല്ലേ? ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനായി അപേക്ഷിപ്പതിനെന്ന പോലെ എന്ന് നമുക്ക് രാമായണത്തിലെ ലക്ഷ്മണോപദേശം ഒന്ന് പഠിക്കുന്നത് ഇന്ന് എടുത്തുചാട്ടം നടത്തുന്ന കുട്ടികൾക്ക് ഏറ്റവും ഗുണമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് കാര്യവും ചിന്തിക്കുവാനും പ്രവർത്തിക്കുന്നതിന് മുമ്പ് അതിനെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് മനസ്സിലാക്കിയെടുക്കാനും മറ്റുള്ളവർ പറയുന്നത് ശരിയാണോ എന്ന് അവരുടെ ജീവിതവുമായി നമുക്ക് താരതമ്യം ചെയ്തു വേണം നമുക്ക് മുന്നോട്ട് പോകാൻ, അല്ലേ? അപ്പോൾ പണ്ട് നമുക്കൊക്കെ തമിഴ് സിനിമയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നാട്ടാമ്മമാരുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ആ നാട്ടാമ്മ പറയുന്ന കാര്യങ്ങളാണ് തീരുമാനമാക്കിയെടുക്കുക. അപ്പം നാട്ടാമ്മയ്ക്ക് തെറ്റ് വരാതിരിക്കാൻ അദ്ദേഹം ഉപാസനാ കാര്യങ്ങൾ ചെയ്തിരുന്നു. 2 തലത്തിൽ നിന്നും കാര്യങ്ങൾ ബോധം മനസ്സിലാക്കി അതിനനുസരിച്ച് തീരുമാനമെടുക്കുന്ന ആരെ കാണാൻ സാധിക്കും? നാട്ടാമ്മമാരെ കാണാൻ സാധിക്കും. അപ്പോൾ 2 ഭാഗത്തു നിന്നും തീരുമാനം ശരിവെച്ചതിന് ശേഷം അത് വീണ്ടും തൻ്റെ കുലദേവതയ്ക്കോ അല്ലെങ്കിൽ തൻ്റെ ഉപാസനാമൂർത്തിക്കോ സമർപ്പിച്ചതിന് ശേഷമാണ് അതിനൊരു തീരുമാനം കൽപ്പിക്കുക, അല്ലേ? സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ പ്രാവർത്തികമായി പണ്ട് നടന്നതായിട്ട് നമുക്ക് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് നോക്കുന്ന സമയത്താണ് ഇവിടെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഒന്ന് മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും ഒന്ന് സംയമനം പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാണ്ഡം അയോധ്യാകാണ്ഡത്തെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്നും രാമലക്ഷ്മണന്മാർ ഒരുമിച്ചിറങ്ങുന്നു സീതയോട് ചേർന്ന് കൊണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും അനുഗ്രഹിച്ച് വിടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഏറ്റവും ഉചിതമായ ഒരു ഭാഗം നമുക്ക് കാണാം.
അത് നമുക്ക് ചിന്തിപ്പിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട്. അപ്പം അതിനനുസരിച്ച് നമുക്ക് ഇവിടെ വനവാസത്തിൽ ഇറങ്ങുന്ന സീതാരാമ ലക്ഷ്മണന്മാരെ അനുഗ്രഹിച്ചു വിടുന്ന എല്ലാവരെയും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പം എല്ലാവർക്കും നമസ്കാരം.